നമ്മുടെ ഇന്നത്തെ യാത്ര പാലക്കാട് ജില്ലയിലെ നെല്ലിയാമ്പതിയിലുള്ള ഒരു റിസർവ് ഫോറസ്റ്റിൻ്റെ ഉള്ളിലേക്കുള്ളൊരു യാത്രയാണ്. നെല്ലിയാമ്പതി ടൗണിൽ നിന്ന് ഏകദേശം 15 കിലോമീറ്റർ 2 മണിക്കൂറോളം ഓഫ് റോഡ് ജീപ്പ് സഫാരി ചെയ്തു വേണം നമ്മുടെ ഈ പ്രോപ്പർട്ടിയിൽ എത്തിച്ചേരാൻ. നമ്മൾ ഇന്ന് സ്റ്റേ ചെയ്യാൻ പോകുന്ന റിസോർട്ട് നെല്ലിയാമ്പതിയിലെ മിസ്റ്റി വാലി ഹിൽ ടോപ്പ് റിസോർട്ടാണ്. ഹെവി ഓഫ് റോഡാണ് ഇവിടേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ടുള്ളത്. നെല്ലിയാമ്പതി ടൗണിൽ നമ്മുടെ വണ്ടി സേഫായി പാർക്ക് ചെയ്ത ശേഷം ഇവരുടെ ജീപ്പിലാണ് ബാക്കിയുള്ള യാത്ര. ഈ ഒരു ജീപ്പ് സഫാരിക്ക് ഇവർ ഈടാക്കുന്നത് 3000 രൂപയാണ്. 6 പേരടങ്ങുന്ന ഒരു കുടുംബത്തിന് ഈ ഒരു ജീപ്പ് ധാരാളമാണ്. നമ്മുടെ വണ്ടികൾ യാതൊരു കാരണവശാലും ഇവർ ഇവിടേക്ക് കടത്തിവിടില്ല. പിന്നെ നമുക്ക് ഇത് കൂടെ പോകാനും കഴിയത്തില്ല, അത്രയും ടഫ് റോഡാണ് ഇവിടെ. നമ്മൾ ആദ്യം എത്തിച്ചേരുന്നത് ഇവിടുത്തെ ഒരു ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിലാണ്. അവിടെ നമ്മളുടെ വണ്ടിക്ക് 100 രൂപയും പിന്നെ പെർ ഹെഡ് ഒരു 50 രൂപയും അവിടെ അടയ്ക്കണം. അങ്ങനെ ചെക്ക് പോസ്റ്റിലെ ഫോർമാലിറ്റീസ് എല്ലാം കഴിഞ്ഞ് ഞങ്ങളെ യാത്ര തുടർന്നു. ഭയങ്കര കുലുക്കമാണ്. ഹെവി ഓഫ് റോഡ് എന്ന് പറഞ്ഞാൽ ഹെവി ഓഫ് റോഡാണ്. ഇപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ കാണാൻ പറ്റും, ജീപ്പിൻ്റെ വീല് പോകുന്ന പോക്ക്. നമ്മൾ ഷെയ്ക്കായിട്ട് ഒരു വഴിക്കാണ് നമ്മൾ ഈ ജീപ്പിൻ്റെ ഉള്ളിൽ. മഹീന്ദ്രയുടെ ഈ ജീപ്പിനല്ലാതെ വേറൊരു വണ്ടിക്ക് ഈ ഒരു കയറ്റങ്ങളും കയറി ഇത്ര ഓഫ് റോഡ് കൂടെ പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ മിസ്റ്റി വാലി റിസോർട്ട് എത്തുന്നതിന് മുമ്പേ നമുക്ക് 3 വ്യൂ പോയിൻറ്റ്സ് ആണ് ഇവിടെ മെയിനായിട്ട് കവർ ചെയ്യാനുള്ളത്. അപ്പം ഞങ്ങൾ പോയിട്ട് ഫസ്റ്റ് വ്യൂ പോയിന്റിലെത്തി. എല്ലാവരും ഒന്ന് ഇറങ്ങി ഒന്ന് ഫ്രഷ് ആകാൻ വേണ്ടിയിട്ട്, കാരണം എല്ലാവരും നടുവൊക്കെ ഒടിഞ്ഞു കിടക്കുകയായിരുന്നു ഈ ഒരു കുലക്കം കാരണം. അപ്പം ഇതാണ് നമ്മുടെ ഫസ്റ്റ് വ്യൂ പോയിന്റ്. വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു സീനിക്കായിട്ടുള്ള ഒരു ഏരിയ ആണ്. മുന്നിൽ കുറച്ച് മലകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു കുഴപ്പമില്ല, നല്ലൊരു ഏരിയ ആണ്. അപ്പോൾ അവിടെ കുറച്ച് സമയം ചിലവഴിച്ചതിന് ശേഷം നമ്മുടെ യാത്ര പിന്നെയും തുടർന്ന് ഇനി 2 വ്യൂ പോയിന്റ് കൂടിയാണ് നമുക്ക് കവർ ചെയ്യാനുള്ളത് നമ്മുടെ മിസ്റ്റി വാലി റിസോർട്ട് എത്തുന്നതിന് മുമ്പേ ആയിട്ട്. അവിടുന്ന് പിന്നെയും ഞങ്ങളെ യാത്ര തുടർന്നു. നമ്മൾ ഏതാണ്ട് സെക്കൻഡ് വ്യൂ പോയിന്റ് അടുത്തെത്തി. ഈ ഒരു വ്യൂ പോയിന്റിൽ കുറച്ച് പാറക്കൂട്ടങ്ങളാണ് കാണാൻ പറ്റുന്നത്. നമുക്ക് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു ഏരിയയും കൂടിയാണ്. താഴത്തേക്കൊന്നും ഒരു കാരണവശാലും പോകരുത്. ഈ ഒരു സ്ഥലത്തിൻ്റെ പേര് മാടുമല എന്നാണ്. അത് ഇതിന് മുമ്പേ കുറേ മാടുകൾ മേച്ചിരുന്ന സ്ഥലം എന്നാണ് ഇവർ പറഞ്ഞത്. അതുകൊണ്ടാണ് ഇതിന് മാടുമല എന്ന് പേര് വന്നത്. ഇവിടെ ഭയങ്കര കാറ്റാണ് കേട്ടോ. കാറ്റ് ഭയങ്കരമാണ്. നമുക്ക് ഒരു 10 മിനിറ്റൊക്കെ ഈ ഒരു കാറ്റ് നമുക്ക് ആസ്വദിക്കാം. അങ്ങനെ സെക്കൻഡ് വ്യൂ പോയിന്റും കഴിഞ്ഞ് ഞങ്ങളുടെ യാത്ര പിന്നെയും തുടർന്ന് കുറച്ചൊരു സമയത്തേക്ക് റോഡ് കുറച്ച് നല്ലതായിരുന്നു. വലിയൊരു പാറക്കൂട്ടങ്ങളൊന്നുമില്ല, ഒരു കുഴപ്പമില്ലാത്ത റോഡായിരുന്നു. അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് വണ്ടിയിൽ നിന്ന് അനിയും പറഞ്ഞത് താഴത്തൊരു ആന നിൽക്കേണ്ടത്. അപ്പം ഞാൻ ആദ്യം വിചാരിച്ചു അവൻ ചുമ്മാ പറഞ്ഞാന്ന്. പിന്നെ വണ്ടിയിൽ നിന്ന് ഇറങ്ങി നോക്കുമ്പോൾ ഒരു ഒറ്റയാനാണ്. ഒറ്റക്കൊമ്പൻ പതുക്കെ അവിടെ ഇങ്ങനെ തീറ്റയെടുത്ത് ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ഈ ഞങ്ങൾ ഡ്രൈവറോട് ചോദിച്ചപ്പോൾ ഡ്രൈവർ പറഞ്ഞു ഈ ഒരു ഒറ്റക്കൊമ്പൻ ഇവിടെ ഇങ്ങനെ തിരിഞ്ഞിടക്കുന്നതാണ്, ഇവിടെ ഇടയ്ക്ക് കാണാൻ, ഇടയ്ക്ക് ഈ റോഡിൽ വരാറുണ്ട്. അങ്ങനെ മൂപ്പർ പതുക്കെ ഇങ്ങനെ തീറ്റയൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ ആന ഇടയ്ക്ക് റോഡിൽ വരാറുണ്ടെന്നാണ് ഡ്രൈവർ പറഞ്ഞത്. അവരെ കുറച്ച് പ്രാവശ്യം ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെന്നും അവർ പറഞ്ഞു. ഈ ഒരു ഏരിയയിൽ വെച്ചാണ് 2 മലയാള ഫിലിമിൻ്റെ ഷൂട്ടിംഗ് നടന്നത്. ഒന്ന് സൈമൺ ഡാനിയൽ എന്ന ഫിലിമും പിന്നെ മോഹൻലാലിൻ്റെ ഒരു ഹിറ്റായ ഭ്രമരം എന്ന ഫിലിമും. ഈ 2 മൂവിയിലും ഈ റോഡിൻ്റെ ഭാഗങ്ങളൊക്കെ ശരിക്കും കാണിക്കുന്നുണ്ട് കേട്ടോ.
ഈ ആനകൾ റോഡിൽ ഇറങ്ങി നിൽക്കുന്നുണ്ടെന്ന് ഡ്രൈവർ പറഞ്ഞത് വളരെ ശരിയാണ്. നമുക്ക് റോഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഫുള്ള് ആനപ്പിണ്ടങ്ങളാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. തലേ ദിവസങ്ങളിൽ ഈ റോഡിൽ ആനകൾ ഉണ്ടായിരുന്നതാണ് ഡ്രൈവർ പറഞ്ഞത്. അങ്ങനെ നമ്മുടെ റിസോർട്ട് എത്തുന്നതിന് മുമ്പുള്ള ലാസ്റ്റ് വ്യൂ പോയിന്റ് ആണിത്. സൈമൺ ഡാനിയൽ ഫിലിമിലൊക്കെ ഈ ഒരു വ്യൂ പോയിന്റ് ശരിക്കും കാണിച്ചിട്ടുണ്ട്. ഇതും കുഴപ്പമില്ല. ജസ്റ്റ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അപ്പുറത്തെ മലകളും ആ ഒരു വ്യൂ ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ഒരു 5-10 മിനിറ്റ് ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും നമുക്ക്. ഇത് നെല്ലിയാമ്പതിയിലെ വേറൊരു വ്യൂ പോയിന്റ് ആണ്. കാരാസുരി എന്നാണ് ഈ ഒരു വ്യൂ പോയിന്റ് പേര്. ഇവിടുന്ന് ഒരു മോശമില്ലാത്ത കാഴ്ച നമുക്ക് ആസ്വദിക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ജീപ്പ് ഉള്ളോട്ട് പോകുന്തോറും ഈ കാടിൻ്റെ ഡെൻസിറ്റി കൂടി വരുന്നതും അതുപോലെ ടെമ്പറേച്ചർ നല്ലോണം കുറഞ്ഞു വരുന്നതും നമുക്ക് നല്ലോണം ഫീൽ ചെയ്യാൻ പറ്റും. അങ്ങനെ പോകുന്ന വഴിക്കാണ് നമ്മുടെ സിംഹവാലൻ കുരങ്ങിനെ കണ്ടത്. ഈ ഒരു നെല്ലിയാമ്പതിയിലെ ഫേമസ് സാധനമാണ് ഈ സിംഹവാലൻ കുരങ്ങും അതുപോലെ മലമുഴക്കി വേഴാമ്പലും. വേഴാമ്പലിനെ ഞങ്ങൾക്ക് ഇതുവരെ കാണാൻ പറ്റിയിട്ടില്ല. നോക്കാം നമുക്ക് ഇനി കാണാൻ പറ്റുമെന്ന്. അങ്ങനെ ഞങ്ങൾ ഇവിടെ റിസോർട്ടിൽ എത്തിച്ചേർന്ന്. ഇത് റിസോർട്ടിൻ്റെ ഒരു ഭാഗമാണ് കേട്ടോ. ഇത് ശരിക്കും 3 കോട്ടേജാണ്. ഇവിടെയുള്ള 3 കോട്ടേജ് വൈറ്റ് ഹൗസ്, ഗ്രീൻ ഹൗസ്, റെഡ് ഹൗസ്, അങ്ങനെയാണ് 3 കോട്ടേജ് ഉള്ളത്. ഇപ്പം ഇതിൻ്റെ ചുറ്റോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പന്നികളൊക്കെ കാണാൻ പറ്റും. അതുപോലെ രാത്രി ഈ ഏരിയയിലൊക്കെ കാട്ടുപോത്തൊക്കെ ഇറങ്ങുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പം ഇവിടെയാണ് നമ്മുടെ ചെക്ക് ഇൻ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. ഇതിനോട് അടുപ്പിച്ചൊരു ചെറിയ റെസ്റ്റോറൻറ്റും ഉണ്ട്. ഞങ്ങൾ ആക്ച്വലി ബുക്ക് ചെയ്തത് വൈറ്റ് ഹൗസ് ആയിരുന്നു. പക്ഷേ ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ അവർ പറഞ്ഞു അവരുടെ ഹെറിറ്റേജ് ബംഗ്ലാവിൽ 2 റൂം ഒഴിവുണ്ട്. ഏതാണ്ട് മറ്റേതിനേക്കാൾ ഒരു 500 രൂപ പെർ ഹെഡ് കൂടുള്ളൂ. അപ്പം ഞങ്ങൾ പറഞ്ഞു ഏതായാലും എന്നാൽ അത് ചൂസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടുന്ന് ചായ എല്ലാം കുടിച്ചു ഹെറിറ്റേജ് ബംഗ്ലാവിലേക്ക് പോയി. ഹെറിറ്റേജ് ബംഗ്ലാവ് അവിടുന്ന് ഒരു 15 മിനിറ്റ് പിന്നെയും ജീപ്പിൽ കൂടെ പോകണം. അങ്ങനെ കുറച്ച് കാട്ടിൽ കൂടെ പോയി കഴിഞ്ഞിട്ട് ഞങ്ങൾ ഹെറിറ്റേജ് ബംഗ്ലാവിലേക്ക് നേരെ എത്തി. ഈ ഒരു ബംഗ്ലാവ് സൈമൺ ഡാനിയൽ എന്ന് പറഞ്ഞ ഫിലിമിലൊക്കെ കറക്റ്റ് കാണിച്ചിട്ടുണ്ട്. പൃഥ്വിരാജിൻ്റെ പടമായിരുന്നു ആ സൈമൺ ഡാനിയൽ. ആ ഫിലിമിലെല്ലാം ഈ ബംഗ്ലാവ് കാണിച്ചിട്ടുണ്ട്. ഏതാണ്ട് ഒരു 120 വർഷം പഴക്കമുള്ള ബംഗ്ലാവാണിത്. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മുറ്റത്ത് നോക്കിക്കഴിഞ്ഞാൽ താഴെ ഭയങ്കര അടിപൊളി വ്യൂ ആണ്. നല്ലൊരു രസമുള്ള സ്ഥലമാണ്. അതിനോട് അടുപ്പിച്ചിട്ട് തന്നെ ഒരു 2 ബംഗ്ലാവ് വേറെ ഉണ്ട്. അതിലാണ് ഇവർ ഈ ഡോർമെട്രി സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നത്. അങ്ങനെ ഞങ്ങളിവിടെ എത്തി. ഞങ്ങളൊന്ന് ഫ്രഷ് ആയി കഴിഞ്ഞിട്ട് 7 മണിയാകുമ്പോൾ നമുക്കൊരു വൈൽഡ് ലൈഫ് സഫാരി ഉണ്ട്. ഇവരെ തന്നെ ജീപ്പിലാണ്, നമ്മൾ വന്ന ജീപ്പിൽ തന്നെയാണ് ഇവർ വൈൽഡ് ലൈഫ് സഫാരി നമുക്ക് അറേഞ്ച് തന്നത്. അപ്പോൾ ഇത് ടോട്ടലി പറയുകയാണെങ്കിൽ ഒരു 400 ഏക്കറുള്ളൊരു എസ്റ്റേറ്റാണ്. അപ്പോൾ രാത്രി എസ്റ്റേറ്റിൽ കൂടെയുള്ള ഡ്രൈവാണ് ഇതിൻ്റെ മെയിൻ ഒരു ആകർഷണം. നമ്മൾ ഈ ലൈവായിട്ട് നമുക്ക് ഈ മ്ലാവ് അതുപോലെ കാട്ടുപോത്ത് ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് ഈ പുലീനൊക്കെ കാണാൻ പറ്റുന്നതാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ യാത്ര തുടങ്ങി അപ്പം തന്നെ നമുക്ക് ഈ മ്ലാവുകളൊക്കെ കാണാൻ പറ്റി. അതുപോലെ കുറച്ചങ്ങോട്ട് ചെന്നപ്പം ഒരു കാട്ടുപോത്തിൻ്റെ ഒരു കൂട്ടത്തിൽ തന്നെ നമുക്ക് കാണാൻ പറ്റി. ഇതൊരു ഭയങ്കര ഒരു വർത്താണ് കേട്ടോ ഈ ഒരു നൈറ്റ് സഫാരി. കാരണം നമുക്ക് അത്യാവശ്യം സേഫായിട്ട് ഒരു നൈറ്റ് സഫാരി ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ് ഇവർ ഈ എസ്റ്റേറ്റ്.
സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് ഈ കാട്ടുപോത്തിനൊക്കെ ഇത്രയും ഒരു ക്ലോസ് ആയിട്ട് കാണുന്നത് കേട്ടോ. നമ്മൾ ജസ്റ്റ് ജീപ്പിൻ്റെ അടുത്താണ് ഈ കാട്ടുപോത്തിൻ്റെ കൂട്ടങ്ങളൊക്കെ കണ്ടത്. അവരിങ്ങനെ നൈറ്റിൽ സുഖമായിട്ട് ഫുഡ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് ഒരു 1.5 മണിക്കൂർ നൈറ്റ് സഫാരി കഴിഞ്ഞ് ഞങ്ങൾക്ക് ഡിന്നർ കഴിക്കാനുള്ള ടൈം ആയതുകൊണ്ട് ഇവിടേക്ക് തിരിച്ചു വന്നു. അപ്പോൾ നമുക്ക് ഡിന്നർ ഇവർ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ മെനു പ്രകാരം നമുക്ക് ചിക്കൻ കറി, അതുപോലെ ഗീ റൈസ്, ചപ്പാത്തി, വെജിറ്റബിൾ കറിയൊക്കെ ഉണ്ടായിരുന്നു. കുഴപ്പമില്ലാത്തൊരു മോശമില്ലാത്ത രീതിയിലുള്ളൊരു ഫുഡായിരുന്നു. അപ്പോൾ ഫുഡ് കഴിച്ച് ഞങ്ങൾ നേരെ തിരിച്ച് നമ്മളെ ഹെറിറ്റേജ് ബംഗ്ലാവിലേക്ക് വന്നു. ഏകദേശം രാത്രി ഈ ടൈം ആയപ്പോഴേക്ക് തണുപ്പ് കൂടി വന്നിരുന്നു. ഒരു 18 ഡിഗ്രീൻ്റെ അടുത്ത് തണുപ്പായി വന്നിരുന്നു കേട്ടോ. അങ്ങനെ തിരിച്ചു വന്ന് ഞങ്ങൾ സുഖമായിട്ട് നൈറ്റിൽ ഉറങ്ങി. രാവിലെ തന്നെ ഡോറ് തുറന്നപ്പോഴുള്ള ഒരു കാഴ്ചയാണ് ഈ കാഴ്ച. ഫുള്ള് മൂടൽ മഞ്ഞായിരുന്നു. അടിപൊളി ഒരു കാഴ്ചയായിരുന്നു. ഈ ഒരു വാലി കംപ്ലീറ്റ് ഈ മിസ്റ്റിയിൽ പൊതിഞ്ഞ് നിൽക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. ഈ ഒരു പഴയ ബംഗ്ലാവിന് ചുറ്റും ഏകദേശം കുറേ ഓറഞ്ച് മരങ്ങളും അതുപോലെ നല്ല പേരക്ക മരങ്ങളും ഉണ്ട്. ഇതെല്ലാം ഇങ്ങനെ മഞ്ഞ് മൂടി കവറായിരിക്കുന്നത് കാണാൻ അടിപൊളിയാണ് കേട്ടോ. അങ്ങനെ ഈ മഞ്ഞൊക്കെ ആസ്വദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളെ തിരിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കൊണ്ടുപോകാനുള്ള ജീപ്പ് വന്ന് തിരിച്ച് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ റെസ്റ്റോറൻറ്റിലേക്ക് പോകുന്നുള്ള വഴിയാണ് കേട്ടോ ഇത്. ഈ വഴിയെല്ലാം ഏകദേശം മഞ്ഞ് മൂടി കിടക്കുകയാണ്. നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഈ ഒരു മഞ്ഞിൽ കൂടെയുള്ളൊരു യാത്ര. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വീണ്ടും റെസ്റ്റോറൻറ്റിലെത്തി. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഇവർ കരുതിയത് പുട്ടും കടലയും അതുപോലെ പൂരിയും ഉണ്ടായിരുന്നു, ബാജിയും ഉണ്ടായിരുന്നു. കുഴപ്പമില്ലാത്തൊരു ഫുഡായിരുന്നു. ഫുഡ് കഴിച്ചതിന് ശേഷം നമ്മൾ ഫസ്റ്റ് എത്തിയ ഒരു ഏരിയ ഉണ്ടായിരുന്നല്ലോ, ഈ വൈറ്റ് ഹൗസ് അതുപോലെ ഗ്രീൻ ഹൗസ് ഒക്കെ, അതിനും ചുറ്റുള്ള പ്രദേശങ്ങളാണ് ഇത്. ഇതെല്ലാം നല്ല രസമായിട്ട് നല്ല എന്താ പറയുക, ഒരു നല്ല സൂപ്പർ സീനിക് ആയിട്ടുള്ളൊരു ഏരിയ ആണ് കേട്ടോ. ജസ്റ്റ് നമുക്ക് ഒരു 10 മിനിറ്റൊക്കെ നടക്കാം. നമ്മൾ പക്ഷേ ഉള്ളോട്ട് പോകരുത്. ഉള്ളോട്ട് പോയി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ കാടാണ്, നമുക്ക് എന്താണ് അവസ്ഥകൾ എന്ന് പറയാൻ പറ്റില്ല. ജസ്റ്റ് ആ ഏരിയയൊക്കെ ഒന്ന് നടന്ന് കാണാം, കുഴപ്പമില്ല. 3000 രൂപയാണ് ഒരാൾക്ക് ഇതിന് ചിലവ് വരുന്നത്. അതിൽ നമ്മുടെ ഈ ഭക്ഷണവും ഉൾപ്പെടും, അതുപോലെ അവിടുത്തെ താമസവും. അപ്പോൾ 4 പേരടങ്ങുന്ന ഒരു ഫാമിലി ആണെങ്കിൽ, അതായത് കുട്ടികൾ 5 വയസ്സിന് മുകളിലേക്കാണെങ്കിൽ അല്ലെങ്കിൽ 6 വയസ്സിന് മുകളിലേക്കാണെങ്കിലാണ് അവർ ചാർജ് ഈടാക്കുന്നത്. അല്ലാത്ത പക്ഷേ അവർ 3000 രൂപയാണ് ഈ ഒരു പാക്കേജിന് ഈടാക്കുന്നത്. പ്ലസ് നമുക്ക് ഈ ഒരു ജീപ്പ് സർവീസിന് നമുക്ക് ഒരു 3000 രൂപ അഡീഷണൽ അവർക്ക് പേ ചെയ്യണം. 11 മണിയാണ് നമ്മുടെ ചെക്കൗട്ട് ടൈം. നമ്മൾ ചെക്കൗട്ട് ടൈമിൽ കറക്റ്റ് പുറത്തിറങ്ങി നമ്മൾ വണ്ടി എവിടെയാണോ പാർക്ക് ചെയ്തത് അവിടെ ഇവരെ ജീപ്പിൽ കൊണ്ടുവയ്ക്കും. അപ്പോൾ ഞാൻ ഇതിൻ്റെ നമ്പറും കാര്യങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അവരെ വിളിക്കാം, ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്യാം. പിന്നെ നമ്മുടെ വണ്ടി വെക്കുന്ന ഏരിയ ഒക്കെ ഡെസിഗ്നേറ്റഡ് പാർക്കിംഗ് ഏരിയ ആണ്, വളരെ സേഫാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് എൻജോയ് ചെയ്യുക, ഫീഡ്ബാക്ക് അറിയിക്കാം.